അരുൺ അമർനാഥിലേക്ക് കൂടി പോവുകയാണ്. അരുൺ ഉള്ളത് ബാവലി മേഖലയിലാണ്. അരുൺ, ഈ ആന, അതായത് വനം വകുപ്പ് പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീത ദിശയിലാണ് ഇപ്പോൾ ആനയുടെ സഞ്ചാരം എന്ന സിഗ്നലുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദൗത്യം കുറച്ചുകൂടി ശ്രമകരമാവുകയാണ്. നാലാന്തിര ഇന്ന് കഴിഞ്ഞ ദിവസത്തേക്ക് അപേക്ഷിച്ച് പുതിയ രീതിയിലാണ് വനം വകുപ്പ് ഇന്ന് ദൗത്യം പുനരാരംഭിച്ചത്. അപ്പോൾ അതിനൊക്കെ ഒരു ഭീഷണി അല്ലെങ്കിൽ അതിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ നിലവിൽ ആനയുടെ സഞ്ചാരമുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ കുങ്കിയാനകൾ അത് ഇപ്പോഴും ഈ ബാവലി മേഖലയിൽ തന്നെ നിൽക്കുകയാണോ അരുൺ? ദൗത്യത്തിന് എന്തെങ്കിലും ഈ കുങ്കിയാനകളെ മാറ്റാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ എൻ്റെ പിറകിലായി കുങ്കിയാനകളെ കാണാം. ഈ ബാവലിയിലെ ഫോറസ്റ്റ് ഡിപ്പോയിലാണ് ഈ കുങ്കിയാനകൾ ഉള്ളത്. ഈ 2 ദിവസങ്ങളിലും കുങ്കിയാനകളെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഈ കുങ്കിയാനകൾ ഇത് വിക്രമായാലും സൂര്യ ആയാലും ഭരത്തും കോന്നി സുരേന്ദ്രൻ തൊട്ട് കുറച്ച് അപ്പുറത്തായി നിലകൊള്ളുന്നു. ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയി കുങ്കിയാനകൾ ഇവിടെ നിലകൊള്ളുന്നു. വലിയൊരു ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഇന്നലെയും മെനഞ്ഞാന്നും ഈ ആനകൾ ഈ കാട്ടാനയ്ക്ക് വലയം വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ മയക്കുവെടി മാത്രം നമുക്ക് സാധ്യമായില്ല. അപ്പോൾ അറിയേണ്ടത് ഈ ഇരുമ്പ് പാലത്തേക്ക് ഇന്നലെയും മെനഞ്ഞാന്നും ഈ മണ്ണുണ്ടി കോളനിയുടെ ആന സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് ഇവരെ കൊണ്ടുപോയത് ഉൾവനത്തിലൂടെയാണ്. ഈ ഇരുമ്പ് പാലത്തേക്ക് എങ്ങനെ അതുപോലെ ഒരു ഗതാഗതം സാധ്യമാണോ, ഉൾവനത്തിലൂടെ ഇവരെ നടത്തി കൊണ്ടുപോകാൻ സാധ്യമാണോ എന്നുള്ള കുങ്കിയാനകളെ അങ്ങോട്ട് എത്തിക്കാൻ സാധ്യമാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതോ റോഡ് മാർഗം ഈ ലോറിയിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വനംവകുപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ആനയെ മാറ്റുന്ന ഒരു നീക്കം എന്തായാലും കണ്ടിട്ടില്ല. ഇപ്പോൾ ആ ട്രാക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. ആനയെ ഇരുമ്പുപാലത്ത് കണ്ടെത്തി ഇനി അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക. ആനയുടെ സഞ്ചാരം മാറുന്നത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലെല്ലാമുള്ള സാഹചര്യം ഒത്തുവന്നതിന് ശേഷം എന്തായാലും കുങ്കിയാനകളെ അങ്ങോട്ട് മാറ്റൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏത് നിമിഷവും മാറ്റാവുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെയൊക്കെ അങ്ങനെയാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ കുങ്കിയാനകളെ ഈ ഉൾവനത്തിലൂടെ ആനയുണ്ടായിരുന്ന മേഖലയിലേക്ക് കൊണ്ടുപോയിരുന്നു. രാവിലെ മിഷൻ ആരംഭിച്ചപ്പോൾ തന്നെ കുങ്കിയാനകളെ തുടക്കത്തിൽ തന്നെ കൊണ്ടുപോയിരുന്നു. കാരണം കുങ്കിയാനകളുടെ സാന്നിധ്യം അനിവാര്യമാണ്. അവയുടെ സഹായത്തോടെ മാത്രമേ മിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കൂ. കാരണം അക്രമ സ്വഭാവമുള്ള ആനയാണ്. അപ്പോൾ കുങ്കിയാനകളെ ഈ ആനയെ വലയം തീർത്ത് വേണം ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ, മയക്കുവെടി വെക്കാൻ എന്നുള്ളതാണ്. മയക്കുവെടിയിലേക്ക് കിടക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും കുങ്കിയാനകളെ ഇവിടെ നിന്ന് മാറ്റും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉൾവനത്തിലൂടെ നടത്തി കൊണ്ടുപോകുമോ, റോഡ് മാർഗമാണ് ഇരിക്കുമോ അങ്ങോട്ടേക്കുള്ള ഒരു സഞ്ചാര എന്നുള്ളതാണ് ഇനി എന്തായാലും വ്യക്തമാകേണ്ടതുള്ളൂ. ഇപ്പോൾ ഈ 4 കുങ്കിയാനകളും ബാവലിയിലെ ഫോറസ്റ്റ് ഡിപ്പോയിൽ തന്നെയുണ്ട്. മറുഭാഗത്ത് ഈ ഇരുമ്പ് പാലത്തായി ദ്രുതഗതിയിലുള്ള ഒരു ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുമുണ്ട്. സേതു. ശരി അരുൺ.